ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിതാ ഇന്ന് ഇവിടുന്ന് കുറച്ച് അമ്പയങ്ങ പറിച്ച് വെച്ചിട്ടുണ്ട്. അമ്പയങ്ങ മുളകിട്ട് നന്നാക്കി വരട്ടിയെടുക്കാൻ പോകുകയാണ്. നമ്മൾ കടുമാങ്ങ ഇടും പോലെയാണ് ഇത് വരട്ടിയെടുക്കാൻ പോകുന്നത്. അത് നല്ലോണം കഴുകി അതുമേലൊരു കറുത്ത പാട ഉണ്ടാവും, അതൊക്കെ പരണ്ടി നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിതാ മാങ്ങ മുറിച്ചിടും പോലെ എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത്. വെറും മാങ്ങൻ്റെ അതേ ടേസ്റ്റും രുചിയാണ്. നമുക്ക് മീൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും ചോറിന് വേണ്ട, അത്രയും നല്ല ടേസ്റ്റാണ് ഇത് വരട്ടിയെടുത്താൽ. ഇതൊക്കെ ചെറിയ ചെറിയ പീസാക്കി 4-5 പീസാക്കി മുറിച്ചിടണം. ഇങ്ങനെ നീളത്തിലാണ് ഇത് മുറിച്ചിടേണ്ടത്. എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാനിത് ഒരു ചട്ടി ഗ്യാസുമ്മൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായൊന്ന് ചട്ടി ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ലേശം കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇനി ഈ കടുക് ഉലുവയും നന്നായി പൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് ഇത്. നല്ല വിറ്റാമിനും എല്ലാ ഇതും അടങ്ങിയതാണ്. ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ കറിയിലൊക്കെ പുളിക്കും അതിലിതിട്ടാൽ നല്ലൊരിതാണ്. എല്ലാവരും ഇത് ഇട്ടാൽ ഓരോ തൈ വാങ്ങി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കായ്. ഞാൻ മറ്റൊരു വീഡിയോയിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്, മരം കാണിച്ചിട്ടുണ്ട്, കായും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കായൊന്നും കാണിക്കാഞ്ഞത് അത് വീഡിയോ ആദ്യം ഇട്ടത് കൊണ്ടാണ്. ഇത് നല്ലോണം കായ ഉണ്ടാവും. ഇതൊരു തൈ വാങ്ങി വെച്ചാൽ നമുക്ക് കറിയിൽ ഏത് കാലവും ഇടാം. തേങ്ങ അരച്ച് വെക്കുന്ന കറിയിലിട്ടത് അടിപൊളി ടേസ്റ്റാണ്, കൊഞ്ചം കറിയിലൊക്കെ ഇട്ടാലും. ഇതിന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം പോകുന്നവരെ ഒന്ന് ഇതാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ മുറിച്ചിട്ട് അമ്പയങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങാന്നായിപ്പോയി, സോറി. അമ്പയങ്ങ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നാക്കി ഇളക്കി എടുത്തിട്ട് നന്നാക്കി ഒന്ന് അടക്കി വെച്ച് മൂടി വെച്ച് വേവിക്കണം. ഒന്ന് മൂടി വെക്കണം. ഉപ്പിടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, നമുക്ക് ഉപ്പിടുന്നത് ഞാൻ കാണിക്കാം. വിട്ടുപോയിക്ക് ഒന്നും കൂടി നമുക്ക് ഉപ്പിടുന്നത് കാണിക്കാം. ഉപ്പിട്ടിട്ടില്ല, ഞാൻ മുളക് മാത്രം ഇട്ട് വെച്ചതാണ്. ഉപ്പ് സോറി പറഞ്ഞു പോയതാണ്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നാക്കി ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കണത്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം വറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഇളക്കിയെടുക്കുക. അതിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം മതി ശർക്കര ഇട്ട് കൊടുക്കണം. അതെന്ന് വെച്ചാൽ ഒന്ന് എരുക്കുത്തരം മാറാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ്. അത് ഇട്ടിക്കില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഓപ്ഷനാണ്. ഞാൻ ഇട്ടതാണ്. ഞാൻ കടുമാങ്ങ വെക്കുമ്പോൾ നമ്മൾ ഇടലുണ്ടല്ലോ, അതുപോലെ ഇത് നന്നാക്കി വറ്റിച്ചെടുക്കണം. ഇത്തിരി നേർപ്പ് പറ്റൂല, നന്നാക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും ചോറിന് വേണമെന്നില്ല, നമ്മൾ കടുമാങ്ങ ഇട്ട് വറ്റിക്കുമ്പോൾ തന്നെയാണ്. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട അതിൻ്റെ അടുത്തെന്തോ ഒരു പ്ലേറ്റിലെന്ന്. അത് ഞാനിങ്ങനെ സൂത മീൻ പൊരിക്കാൻ വേണ്ടിക്കൊണ്ട് മുളക് പുരട്ടി വെച്ചതാണ് കേട്ടോ. എന്നോട് സോറി, അതങ്ങോട്ട് നീക്കി വെക്കാൻ മറന്നുപോയി. വീഡിയോയിൽ പതിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് മീൻ മസാല പുരട്ടി വെച്ചാലേ കുഴപ്പമില്ല വിചാരിച്ചിട്ട് നിൽക്കാൻ. ഇനി നല്ലോണം ഇതൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്, നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും.